വെൽക്കം ടു മൈ ചാനൽ. ഡിഗ്രി പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. ഡിഗ്രി പ്രിലിംസിൻ്റെ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും എടുത്ത ഏതാനും ചോദ്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എഴുത്തുകാരുടെയും കൃതികളുടെയും അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി. ഓടക്കുഴൽ ജി ശങ്കരക്കുറുപ്പ്, രണ്ടാമൂഴം MT വാസുദേവൻ നായർ, ഒരു ദേശത്തിൻ്റെ കഥ SK പൊറ്റക്കാട്, കയർ, തകഴി. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളുടെ എണ്ണം 6 ഒന്ന് ജി ശങ്കരക്കുറുപ്പ്, ഓടക്കുഴൽ 1965, SK പൊറ്റക്കാട്, ഒരു ദേശത്തിൻ്റെ കഥ 1980, തകഴി ശിവശങ്കരപ്പിള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ് കിട്ടിയത് 1984, MT വാസുദേവൻ നായർക്കും സമഗ്ര സംഭാവനയ്ക്കാണ് 1995, ONV കുറുപ്പിന് സമഗ്ര സംഭാവനയ്ക്കാണ് 2007, അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് സമഗ്ര സംഭാവനയ്ക്ക് 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ലോക്പാലിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി. ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷ്. ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് LM സിഗ്മിയാണ് 1963. ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2014 ജനുവരി 1. ലോക്പാൽ ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് അണ്ണാ ഹസാരെ. ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ സമരം ചെയ്ത സംഘടനയാണ് ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ ജനതന്ത്ര മോർച്ച. ലോക്പാൽ ബിൽ ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട വർഷം 1968. ലോക്പാൽ ബിൽ ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ശാന്തിഭൂഷണാണ്. ലോക്പാലിൽ അംഗമാകുന്നതിന് വേണ്ടിയുള്ള കുറഞ്ഞ പ്രായം 45. ലോക്പാലിൽ ചെയർമാൻ അടക്കം 9 അംഗങ്ങളുണ്ടായിരിക്കും. ലോക്പാലിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോക്പാലിനെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ലോക്പാൽ ചെയർമാൻ്റെ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം. അല്ലെങ്കിൽ പൊതുസമ്മതനും 25 വർഷത്തിൽ കൂടുതൽ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അസാധാരണമായ മികവ് പ്രകടിപ്പിക്കുന്ന വ്യക്തിയെ റിസർവേഷൻ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സെലക്ഷൻ സമിതിക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ലോക്പാലിലെ 50% ജുഡീഷ്യൽ അംഗങ്ങളുണ്ടായിരിക്കണം. SC or ST, OBC, ന്യൂനപക്ഷ അംഗങ്ങൾ, വനിതാ അംഗങ്ങൾ എന്നിവർ 40% കുറയാതെ ലോക്പാൽ ഉണ്ടായിരിക്കണം. പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ ലോക്പാൽ സമിതിയിൽ 2/3 പേരുടെ പിന്തുണ ഉണ്ടായിരിക്കണം. ലോക്പാൽ സെലക്ഷൻ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം 5. ലോക്പാൽ സെലക്ഷൻ സമിതിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി, രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന ഒരു നിയമവിദഗ്ധൻ എന്നിവർ ഉണ്ടായിരിക്കണം. ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിനെ രാഷ്ട്രപതി നിയമിച്ചത് 2019 മാർച്ച് 19 ചെയർപേഴ്സണായിട്ട് പിനാകി ചന്ദ്രഘോഷിനെ തിരഞ്ഞെടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏത്? ആൻസർ ഓപ്ഷൻ സി. 2005. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി രൂപീകരിക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ 19 കീഴിലാണ് വരുന്നത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം എന്ന ആശയം കൊണ്ടുവന്ന പ്രധാനമന്ത്രി VP സിംഗ് ആയിരുന്നു 1990. വിവരാവകാശ നിയമത്തിനായി ജനകീയ പ്രചാരണം ആരംഭിച്ച ആദ്യ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ രാജസ്ഥാനിലെ. സർക്കാരിനായി വിവരാവകാശ നിയമത്തിൻ്റെ പ്രാരംഭ കരട് രൂപീകരിച്ചത് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ 1996. ഇതേ തുടർന്ന് വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് 1997. തമിഴ്നാടിന് പുറമെ ഗോവ 1997 തന്നെ, രാജസ്ഥാൻ 2000, കർണാടക 2000, ഡൽഹി 2001, മഹാരാഷ്ട്ര 2002, ആസാം 2002, മധ്യപ്രദേശ്, ജമ്മു കാശ്മീർ 2004 എന്നിവിടങ്ങളിലും വിവരാവകാശ നിയമം പാസാക്കി. വിവരാവകാശ നിയമം ഭേദഗതി ചെയ്തത് 2019. വിവരാവകാശ ഭേദഗതി നിയമം 2019 പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകളാണ് 13, 16, 27 എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ: കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത മലയാള കവി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി. വള്ളത്തോൾ. വള്ളത്തോൾ നാരായണ മേനോൻ
മണക്കുളം മുകുന്ദരാജയുടെ പങ്കാളിത്തത്തോടെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. കേരളത്തിൻ്റെ പരമ്പരാഗത കലാരൂപമായ കഥകളിയെ പുനരുജ്ജീവിപ്പിക്കുകയും സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു കേരള കലാമണ്ഡലത്തിൻ്റെ പ്രധാന ലക്ഷ്യം. കേരള കലാമണ്ഡലം ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത വർഷം 1927 കേരള കലാമണ്ഡലം ഔദ്യോഗികമായി കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് 1930 നവംബർ 9 കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണ്. നിലവിൽ കേരള കലാമണ്ഡലം പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയം നാട്യഗ്രഹ വള്ളത്തോൾ നഗറാണ്. കേരള കലാമണ്ഡലം കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം 1957 കഥകളിക്ക് പുറമെ മോഹിനിയാട്ടം, കൂത്ത്, നങ്ങ്യാർകൂത്ത് തുടങ്ങിയ കലാരൂപങ്ങളും വിവിധ താളവാദ്യങ്ങളും കലാരൂപങ്ങൾക്കാവശ്യമായ സംഗീത പാഠങ്ങളും ഇവിടെ പഠിപ്പിക്കപ്പെടുന്നു. നാട്യശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ച കൂത്തമ്പലമാണ് കലാമണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മന്ദിരം. കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച വർഷം 2007 കേരള കലാമണ്ഡലത്തിന് UGCയുടെ A കാറ്റഗറി പദവി ലഭിച്ച വർഷം 2010 കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബോഗി എന്ന പദം ഏത് കായിക ഇനമാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ഗോൾഫ്. ഗോൾഫിൽ ഉപയോഗിക്കുന്ന മറ്റു വാക്കുകളാണ് കാടി, ഹോള്, ലിങ്ക്, ബോഗി, പാർ, ഗ്രീൻ, ഫെയർവേ, ഈഗിൾ, ലിങ്കസ്, ബങ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, 2028 സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും? ആൻസർ ഓപ്ഷൻ സി ലോസ് ഏഞ്ചൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിൻ്റെ നിയമോപദേശകൻ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം, അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 125 അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത ഹൈക്കോടതി ജഡ്ജിയാകാനുള്ള യോഗ്യതയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3 മാത്രം. ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന രാസവസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും ഘട്ടം ഘട്ടമായി കുറച്ച് ഭൂമിയുടെ ഓസോൺ പാളിയെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിച്ചത് 1987 സെപ്റ്റംബർ 16 197 രാജ്യങ്ങൾ മോൺട്രിയൽ പ്രോട്ടോകോളിൽ ഒപ്പിട്ടു. എല്ലാ അംഗരാജ്യങ്ങളും അംഗീകരിച്ച ഒരേയൊരു UN ഉടമ്പടിയായിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ 6 പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്. മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 1989 ജനുവരി 1 ഹൈഡ്രോഫ്ലൂറോ കാർബണിൻ്റെ ഉപയോഗം ഘട്ടം ഘട്ടമായി നിർത്താൻ തീരുമാനിച്ച മോൺട്രിയൽ പ്രോട്ടോകോൾ ഭേദഗതി നടന്ന വർഷം 2016 ഗിഗലിയിലാണ്. മോൺട്രിയൽ ഉടമ്പടി നടപ്പാക്കിയതിലൂടെ ഓസോൺ പാളിയുടെ ശോഷണം കുറയുന്നതായി തെളിഞ്ഞ പ്രദേശമാണ് അന്റാർട്ടിക്കിന് മുകളിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥ അവതരിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ബി 42 ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42 ഭരണഘടനാ ഭേദഗതി 1976. 42 ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ശരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ഭാഗം 4A, ആർട്ടിക്കിൾ 51A എന്നിവയും ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ പ്രതിപാദിക്കുന്ന ഭാഗം 14A കൂട്ടിച്ചേർത്തു. മന്ത്രിസഭ നൽകുന്ന ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തു. ലോകസഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി ഉയർത്തി. ഇത് പിന്നീട് 44 ഭേദഗതിയിലൂടെ പൂർവ്വസ്ഥിതിയിലേക്കാക്കി. 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 42 ഭേദഗതി പാസ്സാക്കിയത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു. 1977 ജനുവരി 3 ഇത് നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏതാണ് വിറ്റാമിൻ ഡിയുടെ സമ്പന്നമായ ഉറവിടം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ഫിംഗർ മില്ലറ്റ്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി. ജീവകം ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ.
എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി. സസ്യ ഉറവിടങ്ങളിൽ നിന്ന് ലഭ്യമല്ലാത്ത ജീവകമാണ് ജീവകം ഡി. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി. എന്നാൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം സി ആണ്. ജീവകം ഡിയുടെ 2 രൂപങ്ങളാണ് ജീവകം D3 കോൾ കാൽസിഫെറോളും ജീവകം D2 എർഗോസ്റ്റിറോളും. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. ആൻറ്റി റാക്കറ്റ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ വൈറ്റമിൻ B3 ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ വൈറ്റമിൻ സി ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ്. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ കെ ആണ്.